വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. അപ്പോൾ നമ്മൾ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ കണ്ട ഒരു സബ്സ്ക്രൈബർ നമ്മൾക്കൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് ഗൈസ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ ഗൈസ്. നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട് കേട്ടോ. മീനുണ്ടോ എന്നൊന്നും അറിയില്ല. ആദ്യം ഞാൻ വന്നു പറഞ്ഞു വെച്ചാൽ മീനിൻ്റെ പ്രസൻസ് ഉണ്ടോ നോക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം. ഇവിടെ കാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കണത്. ഇവിടെ ഒരു മാങ്ങ മരമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് മാങ്ങ പറിച്ചാലോ ഗായ്സ്. ഗായ്സ് പാമ്പ് കണ്ട, പാമ്പ് വലിയ സാധനം. എൻ്റെ പൊന്നു, ഇത് വെള്ളപ്പാമ്പ് തന്നെയാണോ? ഇത് എന്തിട്ട് പാമ്പാ? അവ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മീനുണ്ടാ നോക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ആശാനെ കാണണത്. അവൻ എന്തായാലും ഉള്ളിൽ പോയി തോന്നുന്നുണ്ട്. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഗായ്സ് നിറയെ മാങ്ങയുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു, എത്രയോ മാങ്ങ. ഇത് പറിച്ച ആരെങ്കിലും നമ്മളെ തല്ലോ, നമ്മൾ ഓട്ടിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു മാങ്ങ നമ്മൾക്ക് പറിക്കാം. ഒരു മാങ്ങ പറിക്കണതിന് കൊണ്ട് ഒരു കുറ്റമൊന്നും ഇല്ല അല്ലേ. അപ്പോൾ കയ്യെത്തുന്ന ദൂരത്ത് വല്ല മാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കാം. അതോ മാങ്ങ, ഇതോ മാങ്ങ, ഈ മാങ്ങ പറിക്കാം. എന്തായാലും ഇതൊന്നും ഞാൻ പറിക്കട്ടെ ഗൈസ്. ഗൈസ് നമ്മളൊരു മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട് കേട്ടോ. അവിടെ ഒരു ചേട്ടൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ചേട്ടൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കുറച്ച് ഒടിച്ച് നമ്മളിവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നമ്മൾക്ക് കാര്യമായിട്ട് സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഇവിടെ മീൻ കിട്ടുന്നുള്ള ഒരു തരം പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും സ്പോട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നെങ്കിലും നമ്മൾക്ക് മീൻ കിട്ടണമെന്നില്ല. എന്തായാലും കാസ്റ്റ് കിട്ടിയാൽ തന്നെ, സോറി ഗൈസ്, സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഫ്രോഗി വാരിയറിൻ്റെ നാച്ചുറലാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾക്ക് ഇതിലാണ് 2 വലിയ വരാൽ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നോക്കുന്നത്. കാരണം ഇവിടെയാണ് കുറേ മീനുകളുള്ളത്. ഇന്ന് നമ്മൾ പരമാവധി സ്ഥലം കവർ ചെയ്തിട്ട് നമ്മൾക്കൊരു സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. നമുക്ക് മാത്രമല്ല കേട്ടോ, അവിടെ ചൂണ്ടിടാൻ വരുന്ന ചേട്ടന്മാർക്ക് ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ ഇനി നമ്മൾ കുറച്ച് ദിവസം വരാൽ പിടുത്തം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇനി സീ ഫിഷിങ്ങിലായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് പറയുന്നുണ്ട് കടലിൽ പോയി ചൂണ്ടിയിടണം പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നാളെ രാവിലെ തന്നെ കടലിൽ വേണ്ടി ചൂണ്ടിയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ലൂർ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഏത് ലൂർ എടുക്കണമെന്ന്. എന്തായാലും തൽക്കാലം നമ്മൾ ലൂറൊന്നും എടുത്തില്ല. 2-3 ഹുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചൂണ്ടയൊക്കെ കുറച്ച് റെഡിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെയിറ്റും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാള ഇട്ടിട്ടാണ് കേട്ടോ മീൻ പിടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ സീ ഫിഷിങ്ങിന് വേണ്ട ബെസ്റ്റ് ലൂർ ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ നമ്മളത് മേടിച്ചിട്ട് നമ്മളിനി കുറച്ച് ദിവസം സീ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ നോക്കിയപ്പോഴാണ് ഗൈസ് നമ്മൾ സ്ലിംഗ് ഷോട്ടിൻ്റെ ആ ഒരു അമ്പ് പോലത്തെ സാധനമൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ റോഡ് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് റെഡിയാക്കാണ്ട് നമ്മൾ കടലിൽ പോയിട്ട് കാര്യമില്ല. കാരണം ബ്രൈഡൽ ലൈൻ പൊട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് നാളെ രാവിലെ തന്നെ നമ്മൾ കടലിൽ ചൂണ്ടിയിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.